ഹരേ കൃഷ്ണ, ജയശ്രീ, രാധേ രാധേ. എല്ലാ ഭക്തമനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ 71 ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരങ്ങൾ, ഓരോ തിരുനാമങ്ങളും 108 പ്രാവശ്യം വെച്ച് ജപിച്ച് അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ ജപം കേൾക്കുന്ന എല്ലാ സജ്ജനങ്ങളുടെയും അവരുടെ ദുഃഖദുരിതങ്ങൾ മാറി ജീവിതം ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതമായി മാറും. കാരണം ഇത് വളരെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു ഉപാസനയാണ്. നാം 21 ദിവസത്തെ ഉപാസന, 41 ദിവസത്തെ ഉപാസന, അതുപോലെ തന്നെ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ 108 ദിവസത്തെ ഉപാസന അത് പൂർത്തീകരിക്കാൻ എല്ലാവർക്കും വളരെ വളരെ ക്ലേശത നിറഞ്ഞതാണ്. അത് ഇപ്പോൾ ഏകദേശം ഒരു 3/4 യജ്ഞത്തിന് ഒരു 75% ആയിട്ടുണ്ട്. ഇന്ന് 72ാമത്തെ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ മുടങ്ങിപ്പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. നാം ഇത്രയും നാളും ചെയ്ത വന്ന ഒരു ഉപാസന പോലെയല്ല. അത് 108 ദിവസത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് ധാരാളം ഇതിൽ ക്ലേശങ്ങൾ, ഒരുപക്ഷെ ഇത് കേൾക്കാതിരിക്കാൻ അല്ലെങ്കിൽ ജപിക്കാതിരിക്കാനായിട്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ, ഏതെങ്കിലുമൊക്കെ ശക്തികൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷേ നാം അതെല്ലാം അതിജീവിച്ച് ഉപാസനയിൽ പങ്കെടുക്കുക. ഇപ്പോൾ 2-3 ദിവസമായിട്ട് എനിക്ക് ഈ ഉപാസനയിൽ ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അത് എനിക്കും അമ്മയ്ക്കും മാത്രമേ അറിയുള്ളൂ. അത്ര ഒരു ക്ലേശകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അപ്പം അങ്ങനെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് വിജയം നേടാൻ പറ്റുകയുള്ളൂ. പരീക്ഷണങ്ങൾ ഉറപ്പാണ്. ആധ്യാത്മികമായിട്ട് നാം അടുക്കും തോറും പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് നമുക്ക് മുന്നേറാൻ സാധിക്കണം. അല്ലാതെ തടസ്സങ്ങൾ വരുമ്പോൾ അതിനെ ഒരു ഒഴിവായി കണ്ട് ഉപാസന നിർത്തിവെക്കരുത്. അങ്ങനെ നിർത്തിവെച്ചാൽ നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ ഫെയിലായിപ്പോൾ, അതായത് അമ്മയുടെ പാതയിലേക്ക്, അമ്മയുടെ അടുത്തേക്ക് ചെല്ലാനുള്ള ഒരു പരീക്ഷയാണ് ഈ 108 ദിവസത്തെ ഉപാസന എന്ന് പറയുന്നത്. അപ്പോൾ അത് തടസ്സങ്ങൾ വന്നാലും അതിനെ അതിജീവിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഉപാസന ചെയ്ത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കണം. അല്ലാതെ തടസ്സങ്ങൾ വരുമ്പോൾ അതൊരൊഴിവായി കണ്ടുകൊണ്ട് ഒഴിവാക്കാതിരിക്കുക. എത്ര സമയമില്ലെങ്കിലും 15 മിനിറ്റ് സമയം അല്ലെങ്കിൽ 10-12 മിനിറ്റ് സമയം ഒരു ദിവസം നമ്മൾ ഈ ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കണം. അങ്ങനൊരു ദൃഢമായ ഒരു തീരുമാനമെടുക്കണം. ഇപ്പം അമ്മമാർക്കൊക്കെ പല പല ബുദ്ധിമുട്ടുകളൊക്കെ, അവർ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ട് പല പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ്. എല്ലാ ദിവസവും ചിലപ്പോൾ ജപിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ളവർ കേട്ടുകൊണ്ട് ഹൃദയത്തിൽ അമ്മയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഉപാസിക്കുക. തടസ്സങ്ങൾ വരുന്നതിൻ്റെ അർത്ഥം അമ്മ നിങ്ങളുടെ ഉപാസന കാണുന്നുണ്ട് എന്ന് തന്നെയാണ്. ചിലർക്ക് ഈ ഒരു സമയത്തായിരിക്കും, ചിലർക്ക് ചിലപ്പോൾ ഇതൊരു കഴിഞ്ഞിട്ടായിരിക്കും. എനിക്കിപ്പോൾ തടസ്സങ്ങളുള്ള ഈ ഒരു സമയത്താണ്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് എണീറ്റ് വന്നിട്ടാണ് ഞാൻ ഈ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അമ്മയെ ഭക്തിപൂർവം ഭജിക്കുക. അമ്മ നമ്മളെ കൈവെടിയുകയില്ല.
108 ദിവസം കൃത്യമായിട്ട് ഉപാസിക്കുക. ജീവിതം വളരെ വലിയ ഒരു മാറ്റങ്ങൾ അമ്മ നമുക്ക് ജീവിതത്തിൽ ജന്മജന്മാന്തരങ്ങൾ, ഇനി എത്ര ജന്മം നമുക്കുണ്ടെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ എത്ര ജന്മമുണ്ടെങ്കിലും ആ ജന്മത്തിലൊക്കെ അമ്മ നമ്മുടെ കൂടെ സമ്പത്തും സമൃദ്ധിയായിട്ടും സന്തോഷമായിട്ടും നല്ലൊരു ജീവിതമായിട്ട് നല്ല ഐശ്വര്യം നിറഞ്ഞ നമ്മുടെ കുടുംബം സ്വർഗമാകുന്ന രീതിയിലുള്ള ഒരു കുടുംബം നമുക്കമ്മ ഉണ്ടാക്കിത്തരും. നമുക്ക് എത്ര ജന്മം ഇനി ഉണ്ടെന്ന് നമുക്കറിയില്ല അല്ലേ? പക്ഷേ ആ ജീവിക്കുന്നിടത്തോളം കാലം സുഖമായിട്ടും സന്തോഷത്തോടും കൂടി നമുക്ക് ജീവിച്ച് നമുക്ക് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ ലയിച്ചു ചേരാനായിട്ട് സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ജപം ആരംഭിക്കാം. ഭഗവാനെയും അമ്മയെയും ഒരേപോലെ ഉപാസിച്ചുകൊണ്ട് ആണ് നാം എല്ലാ ദിവസവും ജപിക്കുന്നത്. ഇനി ഉള്ള ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഭഗവാനെ എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടു നടക്കുക. ഭഗവാന്റെ തിരുനാമങ്ങൾ, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ജപം ആരംഭിക്കുന്നു. ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. 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 ഇന്നത്തെ അമ്മയുടെ തിരുനാമം വളരെ വിശേഷപ്പെട്ട തിരുനാമമാണ്. ഓം ദാരിദ്ര്യ നാശിന്യേ നമഃ എന്നുള്ള തിരുനാമമാണ്. അതായത് ദാരിദ്ര്യം എല്ലാം ഇല്ലാതെയാക്കി. ഏത് രീതിയിൽ വേണം ദാരിദ്ര്യം ഉണ്ടാവാം. അപ്പോൾ ആ എല്ലാ ദാരിദ്ര്യവും ഇല്ലാതാക്കിക്കൊണ്ട് അമ്മ ജീവിതത്തിൽ നിത്യം വിളങ്ങാൻ ഈ മന്ത്രം ഉപാസിക്കണം. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. 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 ഓം ദാരിദ്ര്യനാശിന്യേ നമഃ.
ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. ഓം ദാരിദ്ര്യനാശിന്യേ നമഃ. എല്ലാ ഭക്ത മനസ്സുകൾക്കും നല്ലൊരു ജീവിതം അമ്മ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം ആയി തീരട്ടെ ഇന്നത്തെ ദിവസം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.